ഇതാരുടെ മിന്നു പെൻസില് ഇന്നലെ മുതൽ നടക്കുന്നതാണ് അതുകൊണ്ട് അല്ലേ? മാറിയില്ലേ നിന്റെ ചുമ? മാറിയില്ലേന്ന്? പിന്നെ ആ വർത്താനം പറച്ചിലൊക്കെ കഴിഞ്ഞിട്ടും അവിടെ വണ്ടി കാത്തിട്ടിരിക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം അടിച്ചു വരാനായിട്ട് നിന്നിട്ട് അപ്പോഴേക്കും ഷാന പോയി കഴിഞ്ഞു. പിന്നെ ഞാൻ എന്നും ചെയ്യാറുള്ള പോലെ തന്നെ ചോറിന് അരിയൊക്കെ അടുപ്പത്തിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴൊക്കെ മിന്നൂസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ അങ്ങനെയാണ്, നേരത്തെ എഴുന്നേറ്റ് വരും. അപ്പം മോട്ടർ ഞാൻ കാലിൽ തന്നെ ഇടും കേട്ടോ. പിന്നെ നമുക്ക് കറണ്ട് പോയാലും ഒന്നും പ്രശ്നമല്ല. ഡെയിലി ഞാൻ ചായ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ വേഗം മോട്ടർ ഓൺ ആക്കാൻ മറക്കും കേട്ടോ. അതൊരിക്കലും മറക്കൂല. അതങ്ങോട്ട് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗം ചിന്തിക്കേണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ സുഖമാണ് കേട്ടോ. അന്നത്തെ ചിലപ്പോൾ ഫുൾ ടൈം കറണ്ടൊക്കെ പോകുന്ന ആ ഒരു ടൈമിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇടാൻ മറന്നിട്ടുണ്ടെങ്കിലൊക്കെ. അപ്പം നമുക്ക് ആര് വന്നാലും പോയാലും ഒന്നും വെള്ളത്തിന് ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. അപ്പം മിന്നുനെ ഞാനിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മൂത്രം ഒഴിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അതെന്തായാലും ഇനി ശീലാവുമല്ലോ, മൂത്രം ഒഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ പറയാനും. അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കാന്ന് വിചാരിച്ച ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ കൊണ്ടുവരുത്തി കഴിഞ്ഞ് മൂത്രം ഒഴിക്കുകയും ചെയ്യും. ഒരു 1/4-3/4 മണിക്കൂർ ഗ്യാപ്പിൽ ഇങ്ങനെ കൊണ്ടുപോകും കേട്ടോ. അപ്പോഴെങ്കിലും ഇതാ നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഉപ്പുമാവിൻ്റെ റെസിപ്പി പിന്നെ ചില വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയം മിന്നുവിന് അവിടെ ഒരു ഡപ്പ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ മിച്ചറോ ചിപ്സോ ആയിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കണം. എടുത്തു കൊടുത്തിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സെറ്റിയിൽ കൊണ്ടുപോയി കളയുക, എന്നിട്ട് താഴെ നിന്ന് പെറുക്കി തിന്നുക. ഇതൊക്കെയാണ് മെയിൻ പരിപാടി. ഇതിനായിട്ട് കാലത്ത് കറക്റ്റ് ആ സമയത്ത് ആ ഒരു സ്നാക്സ് ബോക്സ് ഇരിക്കുന്ന അവിടെ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചും കൊണ്ടേ ഇരിക്കും. അപ്പം കൊടുക്കൂട്ടോ, ചോദിക്കണ്ട പാവം തോന്നിയിട്ട്. പിന്നെ ഇതാ മിന്നുന് രാവിലെ കൊടുത്ത പാലിന്റെ ബാക്കി വന്ന് കൊടുത്തപ്പോൾ വീണ്ടും കുടിച്ച് അത് ഏകദേശം ഫില്ലാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാ ഷാന വന്നു, വേഗം തന്നെ കഴിക്കാനൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ വാച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ യൂണിഫോം അല്ലെങ്കിൽ മദ്രസയ്ക്ക് പോകുമ്പോൾ പർദ്ദ ഇട്ട് കിടന്നുറങ്ങിയാൽ മതി, എന്നിട്ട് പോയാൽ മതിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം ഞാനിതായൊരു കോഴിമുട്ടക്കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉള്ളി തക്കാളി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് അതിനൊരു ഒരു കുഴഞ്ഞ പരുവാകുമ്പോൾ ഒന്ന് അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത്രയും മതി. അപ്പം നമുക്ക് കറി ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇത് കുഴച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം സ്നാക്സിന് ഞാൻ ഇതാ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നലെ പോയപ്പോൾ ആപ്പിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൊടുക്കുകയാണ്. ഒരെണ്ണത്തിന്റെ പകുതി കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കിനും ഏകദേശം ഷാനാന്റെ വണ്ടി വന്ന് ഒരു ഓട്ടമായിരുന്നു. അപ്പൊ മിന്നു നോക്കിയിരിക്കുകയാണ്. മിന്നുവിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എല്ലാവരും പോയതിന് ശേഷമാണ് മിന്നു ടാറ്റ കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോഴൊന്നും ആൾക്ക് മനസ്സിലാവില്ല ഇയാള് പോവുകയാണെന്നൊന്നും കേട്ടോ.